പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നീ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ പെണ്ണുങ്ങള് നാല് പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങളെ ആദനബിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് എല്ലാ നിലക്കും തികഞ്ഞ പെണ്ണുങ്ങളുള്ളൂ. ആരാണ് 4 പെണ്ണുങ്ങളെന്നറിയുമോ? മഹദിയായ ആസിയത്ത് ബിൻത് മുസാഹിബിന്റെ മകളാകുന്ന ആസിയ ബീവിയാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിയോഗിയായിരുന്ന, ശത്രുവായിരുന്ന, അഹങ്കാരത്തിന്റെ ആകത്തുകയായിരുന്ന റാംസീസ് രണ്ടാമന്റെ ഭാര്യയായിരുന്ന മഹദി ബീവി ആസിയ ഒരിക്കൽ പോലും ആസിയ ബീവി ഒന്ന് അനുഭവിക്കാനോ, ആസിയ ബീവിയെ സ്പർശിക്കാനോ, ആസിയ ബീവിയെ ഉപയോഗപ്പെടുത്താനോ ഫിർഔന് കഴിഞ്ഞിരുന്നില്ല. അല്ലാഹു അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടു മാത്രം ആസ്വദിച്ച മനുഷ്യനാ റാംസീസ് രണ്ടാമൻ. ആ റാംസീസ് രണ്ടാമന്റെ ഭാര്യയായി കൊട്ടാര സുഖജീവിതം അനുഭവിച്ച ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആദം നബിയുടെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു തികഞ്ഞ പെണ്ണാണ്. ഞാൻ ചരിത്രം പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. മറ്റൊന്ന് മറിയം ബിൻത് ഇമ്രാന്റെ മകളാകുന്ന മറിയം ബീവിയാ. ഈ 2 പെണ്ണുങ്ങളും മുത്തുനബിന്റെ ഭാര്യമാരാ. നാളെ സ്വർഗത്തിലുള്ള ഭാര്യമാരാ. നിങ്ങൾ കേട്ടിട്ടുള്ള പഴയകാലത്തെ ഉസ്താദുമാര് റമളാനിലും അല്ലാത്തപ്പോൾ നമുക്ക് തൗബ ചൊല്ലിത്തരുമ്പോ മുത്തുനബിന്റെ തൃക്കല്യാണം എന്നൊരു വിഷയം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എന്ന് പറയാറില്ലേ? ആ തൃക്കല്യാണം എന്ന് പറയുന്ന കല്യാണം നാളെ സ്വർഗത്തിലെത്തിയിട്ട് ആസിയ ബീവിയെയും മറിയം ബീവിയെയും മുത്തുനബി കല്യാണം കഴിക്കുന്ന കല്യാണമാ. അല്ലാഹുവിന്റെ റസൂലിനെ നാളെ സ്വർഗത്തിലുള്ള ഭാര്യമാരാ മറിയം ബീവിയും ആസിയ ബീവിയും. തികഞ്ഞ 2 പെണ്ണുങ്ങളാ. ആ വലിയ പ്രത്യേകത ഞാൻ പറയുന്നില്ല. പിന്നൊരു പെണ്ണുണ്ടാരാന്നറിയോ? ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ, മുത്തുനബിന്റെ പ്രിയപ്പെട്ട മോളാ. അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ച റബ്ബിന്റെ പടപ്പുകളെ കൂട്ടത്തില്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠരായവർ. ആ ശ്രേഷ്ഠരായ മുത്തുനബിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവര് ഏറ്റവും അല്ലാഹുവിന്റെ ഏറ്റവും തികഞ്ഞ പെണ്ണാണ് എന്ന് പറയേണ്ടതില്ല. 4മതൊരു പെണ്ണുണ്ട്. അതാരാണെന്നറിയുമോ? ഖദീജത്ത് ബിൻത് ഖുവൈലിദിന്റെ മകളാകുന്ന ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉമ്മത്തിൽ വേറെയില്ല. ഖദീജ ബീവിയെ പോലെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പെണ്ണ് വേറെയില്ല. എന്നാൽ ഈ ഖദീജ ബീവിയെ പറ്റി ഉമ്മമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5 വഖ്ത് നിസ്കാരം ബഹുമാനപ്പെട്ട ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. ഈ വിശുദ്ധ ഖുർആൻ ഒരു ഖത്മ് പോലും ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഓതിയിട്ടില്ല. റമളാൻ മാസത്തിലെ ഒറ്റ നോമ്പും ബഹുമാനപ്പെട്ട ഖദീജ ബീവി അനുഷ്ഠിച്ചിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്ഥാപിതമായി സക്കാത്ത് കൊടുത്തിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജ് ചെയ്തിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്തിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് മുത്തുനബി മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. പക്ഷേ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉലകത്തിലില്ല. ആയിരക്കണക്കിന് സാദാത്തുക്കളെ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ, അവരുടെയൊക്കെ ഉമ്മാമയായ ബഹുമാനപ്പെട്ട ഖദീജ ബീവി, ഈ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ലോകത്തില്ല. എന്താ ഖദീജ ബീവിന്റെ പ്രത്യേകത? ഖദീജ ബീവി 5 വഖ്ത്
നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിസ്കാരം പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. ഒരു നോമ്പ് പോലും ഖദീജ ബീവി റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു പ്രാവശ്യം പോലും ഖുർആൻ 30 ജുസ് ഖത്മ തീർത്ത് ഓതിയിട്ടില്ല. എന്തേ? അന്ന് ഖുർആൻ ഇറങ്ങി തീർന്നിട്ടില്ല. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല. അന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് റമദാൻ നോമ്പ് നിർബന്ധമായിട്ടില്ല. ഹജ്ജ് വന്നിട്ടില്ല, ഉംറ വന്നിട്ടില്ല. അതേ സമയത്ത് ഖദീജ ബീവി മുത്തുനബിനെ അറിഞ്ഞതുപോലെ ഒരാളും അറിഞ്ഞിട്ടില്ല. തങ്ങളെ സ്നേഹിച്ചതുപോലെ, തങ്ങളെ ആദരിച്ചതുപോലെ, തങ്ങളെ പറ്റി പറഞ്ഞ പോലെ, തങ്ങളെ പറ്റി പാടിയ പോലെ, തങ്ങളെ പറ്റി കേട്ടതുപോലെ, തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ ഒരു ഉമ്മയും ചെയ്തിട്ടില്ല. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുഅ്മിനത്താരാണ്? ബീവി ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയതുപോലെ, വിശ്വസിച്ചതുപോലെ, ഉറപ്പിച്ചതുപോലെ ഒരു പെണ്ണിനും കഴിഞ്ഞിട്ടില്ല, ഒരാണിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉമ്മത്തിലില്ല. ആരാ തങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ പറയുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ കേൾക്കുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ പാടുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിന്. അറിയുമോ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന് 6 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. 7 മക്കൾ പിറന്ന ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് 6 മക്കളെയും പ്രസവിച്ചത് ഖദീജ ബീവിയാ. പിന്നീട് മുത്തുനബിക്ക് ഒരു പിഞ്ചോമന കുഞ്ഞിന്റെ കുഞ്ഞിക്കാലി കാണാൻ 10 പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാരത്തികളെ കെട്ടിയിട്ടുണ്ട്. കന്യക പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. വർഷങ്ങളോളം ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് മക്കള് പിറന്നിട്ടില്ല. ഒരു കുഞ്ഞിനെയും കൂടി കിട്ടാൻ തങ്ങൾ എത്ര ആഗ്രഹിച്ചതാ. അതേ സമയത്ത് 6 മക്കളെ പ്രസവിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ 3 ആൺകുട്ടികളും മരണപ്പെട്ടു പോയി. കാലച്ചെറുപ്പത്തിൽ ഖാസിം എന്ന കുട്ടി മരിച്ചു പോയി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പൊന്നുമോനാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് എന്ന് വിളിക്കുന്ന തയ്യിബ് എന്നും താഹിർ എന്നും പേരുള്ള രണ്ടാമത്തെ മോനും വഫാത്തായി. 4 പെൺമക്കളെ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വളർത്തി. ഇബ്രാഹിം എന്ന കുട്ടി വേറെ പേര് മാരിയ എന്ന് പറയുന്ന സഹോദരിയിൽ പിറന്നതാ. ഇരിക്കട്ടെ, അബ്ദുല്ലാഹ് എന്ന് വിളിക്കുന്ന താഹിർ എന്നും തയ്യിബ് എന്നും പേരുള്ള ഈ പിഞ്ചോമന കുഞ്ഞ് മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ശേഷം പ്രസവിക്കപ്പെട്ട മോനാ. ആ കുഞ്ഞ് മരിച്ചപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ വല്ലാതെ തങ്ങളെ ട്രോളുകയാ, പരിഹസിക്കുകയാ. ഈ മുഹമ്മദിന് ആ മക്കള് പിറക്കൂല, ആ മക്കള് ജീവിക്കൂല, സന്താനങ്ങൾ നിലനിൽക്കൂല, പരമ്പര നിലനിൽക്കൂല. അല്ലാഹ് തങ്ങൾക്ക് എത്ര വിഷമമായി എനിക്കാണ് മക്കൾ നിൽക്കാത്തത്. എന്റെ മക്കളെ അല്ലാഹു കൊണ്ടുപോകുന്നത്. ഒരുപാട് ഹിക്മത്തുകൾ അതിന്റെ പിറകിലുണ്ടെങ്കിലും അത് എന്റെ കുറ്റമല്ലല്ലോ. അല്ലാഹു തന്നെ മറുപടി പറഞ്ഞതാ, ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന്? ആര് പറഞ്ഞു തങ്ങൾക്ക് സന്താനങ്ങളില്ലെന്ന്? ഖിയാമത്ത് നാൾ വരെ ലക്ഷക്കണക്കിന് മക്കളെ തങ്ങൾക്ക് തന്നിരിക്കുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് ഈ വിശുദ്ധ ദീനിന്റെ കൊടി അല്ലാഹുവിന്റെ നബിയിൽ നിന്ന് കിട്ടിയ ഈമാനിന്റെ പ്രകാശം ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം ഈസാ നബിക്ക് തിരിച്ചേൽപ്പിക്കുന്നത് വരെ ഈ ലോകത്ത്
ലോകത്ത് തങ്ങന്മാര് നിൽക്കൂല, അവസാനിക്കൂല. എല്ലാ നാട്ടിലും സാദാത്തുക്കളാ, രാജ്യങ്ങളിൽ സാദാത്തുക്കളാ. ഹബീബായ തങ്ങളെ മക്കളെ പോലെ സന്താനങ്ങൾ നിലനിൽക്കുന്ന ഒരു തലമുറ ഈ ലോകത്ത് വേറെയില്ല. ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന്? ഇന്ന ശാന്യക്കും വല്ലബത്തർ, തങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ അവന്റെ മക്കളെവിടെ, അവന്റെ വേരെവിടെ, അവന്റെ മൊരടെവിടെ? അല്ലാഹ് ലോകത്ത് ആർക്കെങ്കിലും അറിയുമോ? മക്കയിലറിയുമോ? വേറെ ഏതെങ്കിലും നാട്ടിലറിയുമോ? ഇല്ല, ഇല്ല. ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി എന്ന പൊന്നുമോൻ മരണപ്പെട്ട സമയത്ത് ഈ ആരോപണത്തോടുകൂടി തങ്ങൾ വല്ലാതെ വിഷമിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട ബീവി ഖദീജ അവിടുന്ന് കരയുകയാ. എന്താ കരയുന്നത് എന്ന് മുത്തുനബി ചോദിക്കുന്നു. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ മരിച്ചതിലല്ല സങ്കടം, എന്റെ പൊന്നുമോൻ മരിച്ചതിലല്ല സങ്കടം. പക്ഷേ എന്റെ പിഞ്ചോമന കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞിട്ട്, മുലപ്പാല് കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ട് മരിച്ചിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു. ഇപ്പോൾ എന്റെ സ്ഥലത്തിൽ നിന്ന് കൃത്യമായി പാല് വീഴുകയാ, പാലീറ്റി വീഴുകയാ. ഉമ്മമാർക്കറിയാം, കുടിക്കുന്ന കുട്ടികള് പാല് കുടിച്ചില്ലെങ്കിൽ സ്ഥലത്തിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ മുലകുടി ഒന്ന് കുടിച്ചു തീർക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഖദീജ, നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോന് മുലയൂട്ടാൻ അല്ലാഹു ഹൂറുല്ലിങ്ങളിൽപ്പെട്ട 2 സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ സ്ത്രീകൾ മാറി മാറി മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഹൂറുല്ലിങ്ങളിൽപ്പെട്ട ഒരു സഹോദരിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അബ്ദുല്ലാഹ് മുലയൂട്ടുന്നുണ്ട്, കളിക്കുന്നുണ്ട്. കൈകളെ കൊണ്ടും കാലുകളെ കൊണ്ടും തുള്ളിച്ചാടാട് നിങ്ങൾക്ക് കാണണോ? നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുലയൂട്ടുന്നത് നിങ്ങൾക്ക് കാണണോ? കുടിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? കളിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? ഏത് ഉമ്മയാണ് താല്പര്യപ്പെടാതിരിക്കുക? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചതിന് ശേഷം ഒന്ന് കാണാൻ അവസരം കിട്ടിയാൽ, ആ കുഞ്ഞു മുലയൂട്ടുന്നത് കാണാൻ അവസരം കിട്ടിയാൽ, ആ കുഞ്ഞു പുഞ്ചിരിക്കുന്നത് കാണാൻ അവസരം കിട്ടിയാൽ, കൈകാലുകൾ നിലത്തിട്ടടിച്ച് ഇങ്ങനെ കളിക്കുന്നത് കാണാൻ അവസരം കിട്ടിയാൽ, ഏതെങ്കിലും ഉമ്മാക്ക് വേണ്ടെന്ന് പറയാനൊക്കോ? ഖദീജ ബീവി പറഞ്ഞു, വേണ്ട യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ മുലയൂട്ടുന്നതും, എന്റെ പൊന്നുമോൻ തുള്ളിക്കളിക്കുന്നതും, എന്റെ പൊന്നുമോൻ പുഞ്ചിരിക്കുന്നതും എനിക്ക് കാണണ്ട. തങ്ങൾ പറഞ്ഞതിനേക്കാൾ വലുതല്ല എന്റെ കണ്ണിന്റെ കാഴ്ച. എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസം തങ്ങൾ പറഞ്ഞതാ, തങ്ങളെ വാക്കാ. ഞാൻ ചോദിക്കുന്നു, ഉലകത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരു പെണ്ണ്? കണ്ണിൽ കാണുന്നതിനേക്കാൾ വലിയ വിശ്വാസം തങ്ങൾ പറഞ്ഞതാ. ഇതുകൊണ്ട് തന്നെയാ ഈ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണില്ല, ഖദീജ ബീവിയെ പോലെ പൂർണ്ണത കൈവരിച്ചൊരു സ്ത്രീയില്ല. ആരാണ് തങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണെങ്കിലും മറ്റു സ്വഹാബികളാണെങ്കിലും പ്രവാചകരാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം, ഖുർആനായത്തുകൾ കേട്ടതിന് ശേഷം അവരല്ലേ അതിനുശേഷമല്ലേ അവരൊക്കെ വിശ്വസിച്ചത്? ഖദീജ ബീവി അങ്ങനെയല്ല. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ ഖൗല വതുഈൻ വലാ നവായിബിൽ ഹഖ്. കണ്ടപാട് ഹബീബിനോട് പറഞ്ഞപാട് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇത്രയും
ഇത്രയും വാചാലമായി പറഞ്ഞൊരു പെണ്ണില്ല, ഒരാണില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ആരാണ് തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നത്, ആരാ തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്, ആരാ തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, ആരാ തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, അവനാണ് ഏറ്റവും വലിയ മുഅ്മിനി. മക്കളെ, ഇതിൽ സംശയം വേണ്ട. നമുക്ക് സ്വന്തമായി പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ പാടിയതെങ്കിലും പാടാൻ കഴിഞ്ഞെങ്കിൽ, സ്വന്തമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ പറഞ്ഞതെങ്കിലും പറയാൻ കഴിഞ്ഞെങ്കിൽ, സ്വന്തമായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും സാധിച്ചെങ്കിൽ, മുത്തുനബിയെ പറ്റി പഠിക്കാൻ, മുത്തുനബിയെ പറ്റി കേൾക്കാൻ, മുത്തുനബിയെ പറ്റി പറയാൻ, മുത്തുനബിയെ പറ്റി പറയാൻ എതിയൊരുക്കാൻ, അതാണ് മുഅ്മിനീങ്ങൾ വേണ്ടത്. ഈ നബിയേക്കാൾ വലുത് ഒന്നുമില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തി 20